Hi students, today we are going to discuss about the topic solutions. നമ്മളിന്ന് സൊല്യൂഷൻസിൽ എന്താണ് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, മിക്സ്ചേഴ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് സൊല്യൂഷൻ? A solution is a homogeneous mixture composed of two or more substances. In such a mixture, a solute is a substance dissolved in another substance known as solvent. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതിൽ രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ഏത് മിക്സ്ചറിലാണോ ഇത് ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്രത്തോളം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് ഡൈലൂട്ട് സൊല്യൂഷൻ. സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ അതിനെ ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും, എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. നമ്മൾ 3 ടൈപ്പ് സൊല്യൂഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്: അൺസാച്ചുറേറ്റഡ്, സാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ എത്രത്തോളം കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ അതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് വിൽ ഡിസോൾവ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ മാക്സിമം എത്ര സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. A supersaturated solution is a solution that contains more solute than would dissolve in a saturated solution at a given temperature. ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ ഇനി നമുക്ക് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എത്തുന്നതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ അൺസാച്ചുറേറ്റഡിൽ നിന്ന് സൂപ്പർ സാച്ചുറേറ്റഡിലേക്ക് പോകുമ്പോഴെങ്കിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തേതിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, അവിടെ മോർ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്. സൂപ്പർ സാച്ചുറേറ്റഡിലാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് ഈ സൊല്യൂട്ട് കൺവേർട്ടഡ് ആവും. അടുത്തതായിട്ട് മിക്സ്ചേഴ്സ്. എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സാണ്. മിക്സ്ചേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്, അതുപോലെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? എ മിക്സ്ചർ വിച്ച് ഹാസ് യൂണിഫോം കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട്. ഒരുപോലെ ആ മിക്സ്ചറിനകത്ത് എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷനായിട്ട് കാണപ്പെടുന്നതാണ് ഈ മിക്സ്ചേഴ്സിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എയർ, അതുപോലെ ടേബിൾ സോൾട്ട് സ്റ്റിർഡ് ഇൻ ടു എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതൊക്കെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹെട്രോജീനിയസ് മിക്സ്ചർ ഈസ് സിംപ്ലി എനി മിക്സ്ചർ ദാറ്റ് ഈസ് നോട്ട് യൂണിഫോം ഇൻ കോമ്പോസിഷൻ. നോൺ യൂണിഫോം കോമ്പോസിഷനിലായിട്ടാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ സെറിയൽ ഇൻ മിൽക്ക്, സോയിലിനകത്തുള്ള പെബിൾസ്, പ്ലാന്റ് മാറ്റേഴ്സ്, സാൻഡ്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ ഓരോ പാർട്സിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. സൊല്യൂഷനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഹോമോജീനിയസ് സൊല്യൂഷൻസും ഹെട്രോജീനിയസ് സൊല്യൂഷൻസും. അതിൽ ഹോമോജീനിയസ് സൊല്യൂഷൻസിൽ വരുന്നതാണ് ട്രൂ സൊല്യൂഷൻസ്, ഹെട്രോജീനിയസിൽ വരുന്നതാണ് സസ്പെൻഷനും കൊളോയിഡും. എന്താണ് ട്രൂ സൊല്യൂഷൻ? A true solution is a homogeneous solution in which the solute particles have diameter less than 10⁻⁻⁷. 10⁻⁻⁷ സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ എങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ, അതിനെയാണ് ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. The solute particles are of molecular dimension.
The particles are invisible under powerful microscope. പവർഫുൾ മൈക്രോസ്കോപ്പിൽ പോലും ഇൻവിസിബിൾ ആയിട്ടായിരിക്കും ഈ ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഈസ് എ ട്രൂ സൊല്യൂഷൻ. അടുത്തത് കൊളോയിഡ്. എ കൊളോയിഡ് ഈസ് എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് എ പാർട്ടിക്കിൾ റേഞ്ചിങ് ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ ഇൻ ഡയമീറ്റർ. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 and 1000 നാനോമീറ്റേഴ്സിന് ഇടയ്ക്കായിരിക്കും. Yet are still able to remain evenly distributed throughout the solution. These are also known as colloidal dispersion because the substance remain dispersed and do not settle to the bottom of the container. ഇവിടെ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്, ബോട്ടത്തെ ഓഫ് ദ കണ്ടെയ്നറിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അടുത്തത് സസ്പെൻഷൻ. സസ്പെൻഷൻ ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ഇൻ വിച്ച് solute like particles settle out of a solvent like a phase sometime after their introduction. സസ്പെൻഷനിലാണെങ്കിൽ ഇതൊരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഹെട്രോജീനിയസ് മിക്സ്ചറിലുള്ള പാർട്ടിക്കിൾസ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സെറ്റിൽ ഡൗൺ ആയിട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു. We apply the word suspension when the particles are big enough to eventually settle. We use the terms solute-like and solvent-like because we are dealing with heterogeneous mixture, while the term solute and solvent refers to the solution which are homogeneous. ഇവിടെ നമ്മൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ സൊല്യൂട്ട് ലൈക്ക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ലൈക്ക് എന്നാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഹെട്രോജീനിയസ് മിക്സ്ചർ. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഹോമോജീനിയസിലാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, സൊല്യൂട്ടെന്നും സോൾവെൻ്റ് എന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേൽ ട്രൂ സൊല്യൂഷൻസിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻7 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ കൊളോയിഡൽ സൊല്യൂഷനിൽ 10⁻⁻7നും 10⁻⁵ ഇടയ്ക്കാണ്. സസ്പെൻഷനിലാണെങ്കിൽ 10⁻⁻5 സെൻറ്റിമീറ്റർ ആണ്. അവിടെ പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അടുത്തതായി സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും കേൾക്കുകയും അതുപോലെ കഴിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈസ് എ ടേം യൂസ്ഡ് ഫോർ ദ ബിവറേജസ് ദാറ്റ് don't contain alcohol. If you really know what the contents of the soft drinks are, would not like soft, it is really hard on your health. ഈ കേൾക്കുന്നത് പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത്ര സോഫ്റ്റ് അല്ല, നമ്മുടെ ഹെൽത്തിന് അത് ഹാർഡായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹാവ് ബിക്കം സോ മച്ച് അ പാർട്ട് മോഡേൺ ലിവിംഗ്, എസ്പെഷ്യലി ഇൻ മേജർ സിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. ഇറ്റ് particularly appeals to the younger generation who drink soft drinks in the place of water. നമ്മുടെ യങ്ങർ ജനറേഷനിൽ മിക്ക പേരും വെള്ളത്തിന് പകരം കുടിക്കുന്ന എന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. Soft drinks advertisement target young people who are obviously to the harm these drinks can do to their bodies. No wonder the people love drinking soft drinks too. They give the refreshing feeling and seem to quench thirst is a blistering hot day. Vending machines are making the killing easier. Soft drinks എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇത് ബോഡിയെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുടിക്കുന്ന സമയത്ത് നമുക്കൊരു റിഫ്രഷിങ് ഫീലിങ്ങും അതുപോലെ തേഴ്സ്റ്റ് ക്വെഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഈസ് ഹാംഫുൾ ടു അവർ ഹെൽത്ത്. എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് എ ബിവറേജ് ദാറ്റ് ടിപ്പിക്കലി കണ്ടെയ്ൻ കാർബണേറ്റഡ് വാട്ടർ, സ്വീറ്റ്നർ ആൻഡ് ഫ്ലേവറിങ്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു ബിവറേജ് ആണ്. അതിനകത്ത് കാർബണേറ്റഡ് വാട്ടർ ഉണ്ടായിരിക്കും, സ്വീറ്റ്നർ ഉപയോഗിക്കും, അതുപോലെ ഫ്ലേവറിങ് ആയിട്ട് ഒരു ഏജൻറ്റ് ഉപയോഗിക്കും. സോഫ്റ്റ് ഡ്രിങ്ക് കണ്ടെയ്ൻ ഷുഗർ. A majority of soft drink contain large amount of the refined sugar content of up to 15 teaspoons each in a 325 ml can. One can a day gives you more sugar than is necessary for your body. നമ്മുടെ ബോഡിക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ ഷുഗർ കണ്ടൻ്റ് ആണ് ഓരോ സോഫ്റ്റ് ഡ്രിങ്ക്സിലും അടങ്ങിയിരിക്കുന്നത്. 325 ml 15 ടീസ്പൂൺസ് ഓഫ് ദ ഷുഗർ ആണ് കാണപ്പെടുന്നത്. ഷുഗർ erodes teeth, increases your risk of diabetes, heart disease, indigestion and skin problems. As sugar enters the bloodstream and increases the sugar level rapidly, it causes a dependency situation whereby the body craves for a constant flow of sugar to maintain its level. This keeps you craving for more, creating a vicious cycle that gets you hooked. ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ടീത്തിനെ ഇറോഡ് ചെയ്യും, അതുപോലെ ഡയബറ്റീസ് കൂട്ടും, ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കും, ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുപോലെ ഈ ഷുഗർ ബ്ലഡ് സ്ട്രീംസിൽ എൻ്റർ ചെയ്താൽ അത് ഷുഗർ ലെവൽ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. ഇറ്റ് കോസസ് എ ഡിപ്പെൻഡൻസി സിറ്റുവേഷൻസിലേക്ക് കടക്കും.
അതുപോലെ ഓരോ ദിവസവും നമ്മുടെ കഴിക്കുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പം ഇത് കൂടുതൽ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ സോഫ്റ്റ് ഡ്രിങ്ക്സിലേക്ക് ഹുക്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോഡി ഹാംഫുള്ളായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയാണ് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ദോഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.